ഡ്രോപ്പ് ചെയ്യട്ടെ, എൻ്റെ കൂടെ കയറാം. 5 കൊല്ലം കഴിയുമ്പോൾ എനിക്കൊരു ടീമിനെ ബിൽഡ് ചെയ്യാൻ പറ്റണം. മാക്സിമം എഫോർട്ട് ഇപ്പോൾ ഇടുക. അപ്പോൾ അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യുമ്പോൾ കിട്ടും. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് IIDT സ്കില്ലിൽ നിന്ന് പഠിച്ച മുഹമ്മദ് ഷാദിലാണ്. ഷാദിൽ ഇപ്പം ഗ്ലെന്നർ കൺസ്ട്രക്ഷൻസിൽ ഒരു സോഷ്യൽ മീഡിയ മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. വെൽക്കം ടു ദ പോഡ്കാസ്റ്റ് ഷാദിൽ. ഷാദിൽ IIDT സ്കില്ലിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ +2 കഴിഞ്ഞേരെ നേരെ IIDTയിൽ ജോയിൻ ചെയ്തതാണ്. +2 എന്തിലാണ് ചെയ്തത്? ഞാൻ കൊമേഴ്സ് ആയിരുന്നു. കൊമേഴ്സ് എടുക്കാനുള്ള കാരണം എന്താ? അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അപ്പൊ +2 കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു ആക്ച്വലി പ്ലാന്? എന്ത് ചെയ്യണമെന്നായിരുന്നു? ഒരു ഡിഗ്രി ഒരു 4 ഇയർ വേസ്റ്റ് ആലോചിച്ചപ്പോൾ പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു കോഴ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മാർക്കറ്റിങ്ങും ബിസിനസ്സൊക്കെ ആയിട്ട് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രീം സെലക്ട് ചെയ്തു. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റ് സെലക്ട് ചെയ്തപ്പോൾ എങ്ങനെയാണ് IIDT സ്കില്ലിലേക്ക് എത്തിപ്പെട്ടത്? ഒരു ആഡ് കണ്ടിട്ടാണ്. ഇവിടെ എത്തി ആസ്ട്രോക്കെ ആയിട്ട് സംസാരിച്ചു. അവരൊക്കെ ഭയങ്കര പോസിറ്റീവായിട്ട് സംസാരിച്ചു. പിന്നെ ജുനൈക്കായിട്ട് സംസാരിച്ചു. അവരൊക്കെ ഭയങ്കര പോസിറ്റീവായിരുന്നപ്പോൾ ഞാൻ ഇവിടെ അഡ്മിഷൻ എടുക്കുക ചെയ്തു. കോഴ്സിൽ ജോയിൻ ചെയ്തപ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? തുടക്കത്തിൽ വന്നപ്പോൾ, അതായത് സ്കൂളിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നപ്പോഴുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? വലിയ പ്രായമില്ലാതെ ഒരു ഓഫീസിൽ കയറിയ ഒരു ഫീലായിരുന്നു. പിന്നെ നമ്മൾ ഫ്രീ ആണ്, കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് ഇവിടെ പഠിക്കുന്നത്. ഫുള്ള് പ്രാക്ടിക്കലാണ്. അതുകൊണ്ട് തന്നെ നല്ല രസമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ട് പഠിച്ചു. ഏറ്റവും എൻജോയ് ചെയ്ത ടോപ്പിക് ഏതായിരുന്നു ഇവിടെ? സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടന്റ്സ് പോസ്റ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക് ആയിരുന്നു. സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് പോസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ ഒരു പേജ് ഉണ്ടാക്കിയിട്ട് ഡെയിലി ഒരു കണ്ടന്റ് പോസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അതില് നല്ല ന്യൂസോ റീച്ചോ ഒക്കെ കിട്ടിയിരുന്നോ? അത് നമുക്ക് വലിയൊരു കാര്യം കിട്ടിയിട്ടുണ്ട്. നമുക്ക് തെരഞ്ഞെടുപ്പിലോട്ട് പോയപ്പോൾ തന്നെ സോഷ്യൽ മീഡിയ മാനേജറായിട്ടാണ് കയറിയത്. അവിടെ എനിക്ക് എങ്ങനെ പോസ്റ്റ് ചെയ്യണോ, ഇതിന്റെ ക്ലാരിറ്റി എങ്ങനെ കൂട്ടാം, അതൊക്കെ മനസ്സിലായി. അപ്പോൾ കോഴ്സിൽ പഠിച്ച എന്തെങ്കിലും അതേപോലെ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ ഗ്ലെന്നത്തിൽ? ആ ഹുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ ഹുക്ക് വെച്ചാൽ എന്താണ്? ഹുക്ക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 3 സെക്കൻഡിൽ ആൾക്കാരെ അവിടെ ഇരുത്തുക എന്നുള്ളതാണ്. നമ്മളെ വീഡിയോ ആൾക്കാർ കണ്ടുകൊണ്ടിരുത്തുക എന്നുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് 3 സെക്കൻഡ്സിൽ കണ്ടാൽ ഒരാൾ ആ വീഡിയോ ഇങ്ങനെ കംപ്ലീറ്റ് ആവണം. ആ ഹുക്ക് ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണ്? അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് പോകും. അപ്പോൾ ഹുക്ക് ഉണ്ടാക്കണമെന്ന് മനസ്സിലായി. പിന്നെ വേറെ എന്തൊക്കെയാണ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്തത്? പിന്നെ നമുക്കൊരു 6 മന്ത് കൊണ്ട് 7K ഫോളോവേഴ്സ് നമുക്ക് അവിടെ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അവരുടെ ഏത് പേജ്? ഇൻസ്റ്റാഗ്രാം പേജിന് ഗ്ലെന്നറിന്റെ. ഈ 7K ഫോളോവേഴ്സ് കിട്ടിയപ്പോൾ അതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഇപ്പോ പേജ് ഒരു 10 വീഡിയോസ് ഇടുമ്പോൾ എന്തായാലും ഒരു വീഡിയോ എങ്കിലും ഒരു 2 lakh പ്ലസ് കയറുന്നുണ്ട്. 2 lakh പ്ലസ് വ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ റീച്ച് കൂടിയിട്ടുണ്ട്. പേജ് എപ്പോഴും ആക്റ്റീവ് ആണ്. നിങ്ങൾ ഗ്ലെന്നറിലാണല്ലോ പ്ലേസ്ഡ് ആയത്. അപ്പം പ്ലേസ്ഡ് ആയിട്ട് ഫസ്റ്റ് സാലറി കൊണ്ട് എന്താ ചെയ്തത്? ഫസ്റ്റ് സാലറി ഫാമിലി ആയിട്ട് കുറച്ച് ഫാമിലിക്ക് കൊടുത്ത്. അവരുടെ റിയാക്ഷൻ എങ്ങനെയാണ്? ആരും പ്രതീക്ഷിച്ചിട്ടില്ല. ഈ ഒരു ഏജിൽ ഇങ്ങനെ വർക്ക് ചെയ്യാന്നുള്ളത് തന്നെ വളരെ അപൂർവമാണ്. നാട്ടിലൊക്കെ വെറുതെ കോളേജിൽ പോയി ഫാമിലിന്റെ ഒരു എമൗണ്ടിൽ ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഇടയിൽ ഞാൻ വർക്കിന് പോകാന്ന് പറയുമ്പോൾ ഫ്രണ്ട്സിന്റെ ഫാമിലി തന്നെ പറയും, ഈ ഇപ്പം ഇങ്ങനെ പണിക്ക് പോവാണല്ലോ. ബാക്കിയുള്ളവരൊക്കെ ഫ്രണ്ട്സൊക്കെ കോളേജിൽ പോയി വെറുതെ നടക്കുകയാണ്. ഷാദിൽ ഇപ്പൊ എത്ര ഏജ് ആയി? 19. ഇപ്പൊ 19 വയസ്സുള്ള ഷാദിന്റെ ഫ്രണ്ട്സ് ഇപ്പൊ കോളേജിൽ നടക്കുകയാണ്. ഷാദിൽ അതേ സമയത്ത് സോഷ്യൽ മീഡിയ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഫ്രണ്ട്സ് ആയിട്ട് സംസാരിക്കാറുണ്ടോ? കോളേജിലുള്ള ഫ്രണ്ട്സ് ആയിട്ട്? അവര് ഡ്രോപ്പ് ചെയ്തിട്ട് അടുത്ത് എന്നോട് ചോദിക്കും, ഡ്രോപ്പ് ചെയ്യട്ടെ, എന്റെ കൂടെ കയറാ, അങ്ങനെ ചോദിക്കാറുണ്ട്. ഫാമിലിയിലും ഭയങ്കര പോസിറ്റീവാണ്. നേരത്തെ വർക്ക് ചെയ്ത് തുടങ്ങിയത്. അതിലിപ്പം വർക്കിലേക്ക് കയറിയല്ലോ. ബേസിക്കലി നമ്മളൊരു പഠിക്കുന്ന മോഡിൽ നിന്നും ഒരു വർക്കിലേക്ക് കയറുമ്പോൾ ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലോ. അപ്പൊ അത് ഷാദിൽ എങ്ങനെ ഉണ്ടായിരുന്നു? അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയി. പിന്നെ ഇവിടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടുന്ന്. എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? എന്താവശ്യം ഉണ്ടെങ്കിലും എപ്പോൾ 24/7 അവൈലബിൾ ആണ്. എപ്പോൾ വിളിച്ചാലും അവൈലബിൾ ആണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഗൂഗിൾ മീറ്റ് അല്ലെങ്കിൽ ഇവിടെ വരാം, എപ്പോഴും അവൈലബിൾ ആണ്. ഈ അടുത്ത് അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ആയിരുന്നോ? ഡൗട്ട് എനിക്ക് വെബ്സൈറ്റ് അവിടുത്തെ വെബ്സൈറ്റ് ഞാനാണ് ഇപ്പോൾ ഉണ്ടാക്കിയത്. വിക്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കി. വിക്സ് തിരഞ്ഞെടുക്കാൻ പോലെയാണ് പറഞ്ഞത്. അതും ഇവിടുന്നാണ് സപ്പോർട്ട് ചെയ്തത്. ഡൊമൈനും കാര്യങ്ങളൊക്കെ എനിക്ക് ഇവിടുന്നാണ് സപ്പോർട്ട് ചെയ്തത്. പിന്നെ പർച്ചേസ് ചെയ്യുക അതിനുള്ള ഫുള്ള് ഫോളോ അപ്പ് എനിക്ക് ജുനൈക്കാണ്. ഞങ്ങൾ ഗൂഗിൾ മീറ്റിൽ ഇരുന്നിട്ടാണ്. ഞാൻ അവിടെ ഗൂഗിൾ മീറ്റ് ഇരിക്കും, ജുനൈക്ക് ഇവിടുന്ന് ചെയ്തതെന്നാണ്. വിക്സിൽ ഞാൻ ആദ്യമായിട്ടാണ് വെബ്സൈറ്റ് ഉണ്ടാക്കിയത്. നമ്മളിവിടെ ഷോപ്പിഫൈയിലാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ വിക്സിന്റെ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിന്, അത് ക്ലിയർ ആയി. പിന്നെ ഡൊമൈനുമായിട്ട് കണക്ട് ചെയ്യാം. പിന്നെ ഡൊമൈനായിട്ട് കണക്ട് ചെയ്യുക, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് തന്നെ സപ്പോർട്ട് ചെയ്തു. വർക്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള പ്രവൃത്തി എന്താണ്? അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൽ റീൽസിൽ റീച്ച് കിട്ടുന്നതനുസരിച്ച് നമുക്കൊരു ഇൻട്രസ്റ്റ് കൂടി വരും. പിന്നെ നമുക്ക് ഫോളോവേഴ്സൊക്കെ വരുന്നത് തന്നെ നമുക്ക് ഭയങ്കര ഒരു ഇതാണ്.
അപ്പൊ ഷാദിൽ ഇപ്പം എന്ത് ടാർഗറ്റാ സെറ്റ് ചെയ്ത് എത്ര ഫോളോവേഴ്സ് എത്തണം ഇനി അങ്ങോട്ട്? ഈ വർഷം ഒരു 50K ഫോളോവേഴ്സ് എത്തിക്കണം. എത്തിക്കണമെന്നാണ്. വൈറലാക്കാനുള്ള പ്ലാനുകൾ എന്തൊക്കെയാണ്? അപ്പം ഇനി ഒരു കണ്ടന്റ്സ് വരുന്നുണ്ട്, പിന്നെ ഓരോ പ്രോജക്ട്സ് കംപ്ലീറ്റ് ആയി വരുന്നതിനനുസരിച്ചാണ് കണ്ടന്റ്സ് കിട്ടും. അതില് ജോയിൻ ചെയ്യുമ്പോൾ അവിടെ സോഷ്യൽ മീഡിയ ആരെയാണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്? നജീബ് നിന്ന് നമ്മളെ ഇവിടെ തന്നെ പഠിച്ച കഴിഞ്ഞ ബാച്ചിലുള്ള ഒരാളാണ്. അവർക്ക് നല്ലൊരു ഓഫർ കിട്ടിയപ്പോൾ നല്ല ഓഫർ കിട്ടിയപ്പോ ദുബായിൽ പോയി. അങ്ങനെയാണ് ഞാൻ അവിടെ എത്തുന്നത്. അപ്പം അവിടെ ടീമില് എങ്ങനെയാണ് സപ്പോർട്ട് എങ്ങനെയായിരുന്നു? അവിടെ മൊത്തത്തിൽ ഞാൻ തന്നെ ഉള്ളൂ. സോഷ്യൽ മീഡിയ ഓൾ ഇൻ ഓൾ ആയിട്ടാണ് ഞാൻ. ഓൾറൗണ്ടായിട്ട്. അപ്പോ മാർക്കറ്റിംഗ് ടീമിൽ തന്നെ വേറെ ആരുമില്ല. ഇപ്പൊ ജോലിന്റെ ഭാഗമായിട്ട് ഷാദിൽ എന്തൊക്കെയാ ചെയ്യുക? അതായത് ഫ്രോം ബിഗിനിങ് ഷൂട്ടിംഗ് തൊട്ട് എഡിറ്റിങ്, പോസ്റ്റിങ്, ആഡ് കാര്യങ്ങൾ മൊത്തം ഞാൻ. ഷൂട്ടിംഗ് എന്താ വെച്ചിട്ടാ ചെയ്യുന്നത്? ഫോണാണോ? ക്യാമറ നമുക്ക് വേണമെങ്കിൽ എസ്കലേന്ന് ഇവിടെ അഭി വരാറുണ്ട്. എന്നിട്ട് എഡിറ്റിംഗ് എന്ത് സോഫ്റ്റ്വെയർസാ യൂസ് ചെയ്യാറുള്ളത്? ഞാൻ ക്യാപ്കട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് കോഴ്സിന്റെ ടൈമിലാണോ പഠിച്ചിരുന്നത്? കോഴ്സിന്റെ ഡാവിഞ്ചി പഠിച്ചിട്ടുണ്ട്, പിന്നെ അത് എന്റെ ലാപ്പിൽ വർക്ക് ആവില്ല. അപ്പൊ മോസ്റ്റ്ലി ഫോണിൽ തന്നെ ക്യാപ്കട്ടിലാ ചെയ്യുന്നത്? ലാപ്പിലാണ് ക്യാപ്കട്ട് ചെയ്യുന്നത്. പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് അത് പോസ്റ്റ് ചെയ്യുമ്പോൾ വേറെ എന്തെങ്കിലും ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ജസ്റ്റ് ബിസിനസ് സൂട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻസ്റ്റാഗ്രാം പേജ് അങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ പോസ്റ്റിംഗ് ഷെഡ്യൂൾ എങ്ങനെയാണ്? എത്ര കണ്ടന്റ് പോസ്റ്റ് ചെയ്യും ഒരു മാസത്തില്? മന്ത്ലി ഒരു 12 കണ്ടന്റ് എന്നുള്ള രീതിയിലാണ് പോകുന്നത്. നിങ്ങൾക്ക് ഇത്രയും ഫോളോവേഴ്സ് വരാനുള്ള കാരണം എന്താണ്? ഒരു 7K ഫോളോവേഴ്സ് പെട്ടെന്ന് ഉണ്ടാക്കിയതാണല്ലോ. അപ്പൊ അതെങ്ങനെയാണ് വരാനുള്ള കാരണം? ഫിനിഷ്ഡ് പ്രൊജക്റ്റ് ആകുമ്പോൾ അതിന്റെ കണ്ടന്റ്സ് അത്യാവശ്യം റീച്ച് വരാൻ ചാൻസ് ഉണ്ട്. ഇതിൽ തന്നെ ഫിനിഷ്ഡ് പ്രൊജക്ട്സ് ആയിട്ട് അതിന്റെ ലീഡായിട്ട് തന്നെ ഈ ഫോളോവേഴ്സ് വരുന്നത്. ലീഡിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും വീട് പണിയണം എന്നുള്ള ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ് നമ്മളെ ഫോളോ ചെയ്ത് വരുന്നത്. അപ്പോൾ ആക്ച്വലി നല്ല ഹൈ വാല്യൂ ഉള്ള ലീഡ്സ് ആയിരിക്കും. അതെ. കാരണം ഒന്ന് ക്ലോസ് ആയാൽ അത്യാവശ്യം നല്ല എമൗണ്ടിനായിരിക്കും ക്ലോസ് ആവുന്നുണ്ടാവും. ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ വന്ന ഏതെങ്കിലും ലീഡ്സ് ക്ലോസ് ആയിട്ടുണ്ടോ? അതായത് അവര് പർച്ചേസ് ഒരുപാട് മീറ്റിങ്ങുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അതിനും കുറച്ച് ആൾക്കാർ എന്തായാലും പർച്ചേസ് ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ ടാർഗറ്റ് ഗ്രൂപ്പ് എങ്ങനെയാണ് സെലക്ട് ചെയ്തത്? അതായത് എന്ത് ടൈപ്പിൽ കണ്ടന്റ് ഇടണം, അതെങ്ങനെ പോസ്റ്റ് ചെയ്യണം, അതിന്റെ സ്ട്രാറ്റജി എങ്ങനെ ഉണ്ടാക്കിയത്? ഇത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ടൈപ്പ് ഓഫ് കണ്ടന്റ്സ് പോകുന്നുണ്ട്. പിന്നെ ഫിനിഷ്ഡ് പ്രൊജക്ട്സ് വരുന്നുണ്ട്. പിന്നെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ഓൺ ഗോയിങ് പ്രൊജക്ട്സ്, കുറച്ച് ടൈപ്പ് ഓഫ് കണ്ടന്റ്സ് ആണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ലീഡ്സ് വരുന്നത് എവിടുന്നാ? നമുക്ക് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും തന്നെ നമുക്ക് ക്വാളിറ്റി ലീഡ്സ് വരും. ഇത് എന്തുകൊണ്ടാണ് അവിടുന്ന് വരുന്നത്? എന്തുകൊണ്ടാണ് യൂട്യൂബിൽ ആ ലെവലിൽ വരാത്തത് അറിയാമോ? നമ്മളൊരു പുതിയ ടീമിനെ അന്വേഷിക്കുമ്പോൾ യൂട്യൂബിൽ അത് സെർച്ച് ചെയ്യാൻ ചാൻസ് കുറവ്. അത് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ ആകുമ്പോൾ അങ്ങനെയാണ് അവിടെ എത്തുന്നത്. നിങ്ങൾ എല്ലാം ഓർഗാനിക് ആയിട്ടാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൽ നിങ്ങൾ പ്രൊമോഷൻ ആയിട്ടോ അല്ലെങ്കിൽ ബൂസ്റ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യുന്നുണ്ടോ? നമ്മളെ മെറ്റാ ആഡ്സ് ചെയ്യുന്നുണ്ട്, അത് കുറവാണ്. അപ്പൊ ബേസിക്കലി നമ്മൾ ആഡിനായിട്ട് മണി സ്പെൻഡ് ചെയ്യാതെ തന്നെയാണ് നമുക്ക് ഈ ഫോളോവേഴ്സും ലീഡ്സ് ഒക്കെ വരുന്നത്. അപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ത്രൂ ഒരു ആവറേജ് ഒരാഴ്ചയിൽ എത്ര എൻക്വയറീസ് വരുന്നത് നിങ്ങൾക്ക്? ഇപ്പോൾ 15+ ലീഡ്സ് എന്തായാലും വരുന്നുണ്ട്. എന്നിട്ട് ഇതിന്റെ റെസ്പോൺസും കമന്റ്സും റിപ്ലൈ ചെയ്ത് അതിന്റെ റെസ്പോൺസിബിലിറ്റി ഷാദിൽ തന്നെയാണോ? അതല്ല, അത് ബിസിനസ് ഡെവലപ്മെന്റ് വേറെ ടീമുണ്ട്, അവരാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതിൽ ഇനി കരിയറിൽ എന്തൊക്കെയാണ് നെക്സ്റ്റ് പ്ലാൻസ്? അതായത് ഒരു 5 കൊല്ലം എങ്ങനെ എവിടെ ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു 10 കൊല്ലം എങ്ങനെ എവിടെ ഉണ്ടാവണം എന്നൊക്കെ? അത് ഒരു 5 കൊല്ലം കഴിയുമ്പോൾ എനിക്കൊരു ടീമിനെ ബിൽഡ് ചെയ്യാൻ പറ്റണം. അതിലൊരു ടീം ബിൽഡ് ചെയ്തിട്ട് അതിനെ ലീഡ് ചെയ്യാൻ പറ്റണം. ഇവിടെ വന്നപ്പോൾ ഐഡന്റിറ്റി വന്നപ്പോൾ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് തോന്നിയ സാധനം പിന്നീട് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടോ? അങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾ വന്നിട്ടുണ്ടോ? കോഴ്സ് ചെയ്യുമ്പോൾ വളരെ ഡിഫിക്കൽട്ടായി തോന്നി, കോഴ്സ് കഴിഞ്ഞപ്പോൾ വളരെ യൂസ്ഫുൾ ആയിരുന്നു എന്ന് മനസ്സിലായ അങ്ങനത്തെ എന്തെങ്കിലും? ഈ കണ്ടന്റ്സ് പോസ്റ്റ് ചെയ്യാന്നുള്ളത് തന്നെ വലിയ ഡിഫിക്കൽട്ടാണ്. കണ്ടന്റ് പോസ്റ്റ് ചെയ്യാൻ വലിയ ഡിഫിക്കൽട്ടാണ്. ഡെയിലി ഓരോ കണ്ടന്റ്സ് പോവാന്ന്, പിന്നെ അത് എഡിറ്റ് ചെയ്യുക, അതൊക്കെ കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. അത് കണ്ടിന്യൂസ് ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് കുറച്ച് ടാസ്ക്കാണ്. ഇപ്പൊ നമ്മളുടെ ഇവിടെ വരാൻ പോകുന്ന സ്റ്റുഡൻസും ഉണ്ടാവും, പിന്നെ അതേപോലെ നമ്മുടെ കറന്റ് ബാച്ച് ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. അവരോട് ഷാദിലിന് പറയാനുള്ള അഡ്വൈസ് എന്താണ്? മാക്സിമം എഫോർട്ട് ഇടുക, അപ്പോൾ അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യുമ്പോൾ കിട്ടും. ഇപ്പോൾ മടി കാണിച്ചാൽ അതിനുള്ള റിസ്കുകൾ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ട്. എന്തായാലും ഇന്ന് നമ്മുടെ കൂടെ ഈ ടൈം സ്പെൻഡ് ചെയ്ത് ഇത്രയും വാല്യുബിൾ ആയ ഇൻഫർമേഷൻ തന്നതിന് താങ്ക് യു ഷാദിൽ. പിന്നെ ഈ കണ്ടന്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് വേറെ എന്ത് ചോദ്യങ്ങൾ ഉണ്ടെങ്കിലും താഴെ കമന്റ്സിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു.